ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 2 ഭഗവത് രൂപവർണ്ണനം. ഒന്നാമത്തെ ദശകത്തിൽ ഭഗവാന്റെ മഹിമ വർണ്ണിച്ച് നമ്മൾ കേട്ടു. രണ്ടാമത് ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുകയാണ്. ശ്ലോകം 1. സൂര്യസ്പർദ്ധികിരീടമൂർധതിലകം പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുല നേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഡോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. സൂര്യസ്പർദ്ധി കിരീടം. സൂര്യന് സ്പർദ്ധ ഉളവാക്കുമാറ് പ്രകാശപൂരിതമായിട്ടുള്ള ആ കിരീടമാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്. ആ കിരീടത്തെ വർണ്ണിക്കുകയാണ്. പിന്നെ ഊർധ്വതിലകം, ഊർധ്വം മുകളിലേക്ക് ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ നീട്ടി വരച്ചിട്ടുള്ള ആ കുറി, ഗോപിക്കുറി. ആ ഗോപിക്കുറിയാൽ പ്രോദ്ഭാസി ഫാലാന്തരം, അങ്ങനെ മനോഹരമായിട്ട് വിളങ്ങുന്ന ആ നെറ്റിത്തടം. കാരുണ്യാകുല നേത്രം, കാരുണ്യം വഴിഞ്ഞൊഴുകുമാറുള്ള ആ നേത്രം, അത്രയും കാരുണ്യാർദ്രമായിട്ടുള്ള നോട്ടം, കണ്ണുകൾ. ആർദ്രഹസിതോല്ലാസം, ആർദ്രമായിട്ടുള്ള ആ പുഞ്ചിരി. സുനാസാപുടം, മനോഹരമായിട്ടുള്ള മൂക്ക്. ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം, കാതിലണിഞ്ഞിരിക്കുന്ന ആ മകര മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കമ്മലുകൾ. കണ്ഡോജ്വലത് കൗസ്തുഭം, കൗസ്തുഭമണിയുടെ ഉജ്ജ്വല പ്രഭയാൽ വിളങ്ങുന്ന ആ കഴുത്ത്, അതിൽ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ കൗസ്തുഭരത്നം. ത്വദ്രൂപം വനമാല്യഹാരപടലം, അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങയുടെ രൂപത്തിൽ വനമാലകൾ ധരിച്ചിരിക്കുന്നു. വനമാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വിടർന്നിരിക്കുന്ന സൗരഭമുള്ള ആ മാല, അത് അങ്ങ് വളരെയധികം നീളത്തിലാണ് ഭഗവാൻ അണിഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള മാലയും പിന്നെ ഹാരപടലം, പല പല മാലകളുണ്ട്, മുത്തുമാലകൾ, രത്നമാലകൾ, അങ്ങനെയുള്ള മാലകളും ധരിച്ചിട്ടുള്ള ശ്രീവത്സദീപ്രം ഭജേ. അങ്ങനെയുള്ള ആ ഭഗവാനിൽ ആ ശ്രീവത്സം അങ്ങനെ അങ്ങ് വിളങ്ങുന്നു. ശ്രീവത്സം എന്ന് പറയുന്നത് മറുകാണ്. നമുക്കറിയാം ഭഗവാന്റെ മാറിടത്തിലുള്ള ആ മറുക ശ്രീവത്സം, അത് ഭൃഗു മഹർഷിയുടെ കാൽപാദത്തിന്റെ അടയാളമാണ് എന്ന് നമുക്കറിയാം. ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആ ഒരു അടുപ്പത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ശ്രീവത്സം. അങ്ങനെ ആ ശ്രീവത്സം എന്ന മറുകും ഓടുകൂടിയ ആ മറുകിന്റെ പ്രകാശവും ചൊരിയുന്നവനുമായിട്ടുള്ള ആ ഭഗവാനെ, അങ്ങയുടെ ആ കോമളമായ രൂപത്തെ ഞാൻ ഭജിക്കുന്നു എന്ന് പറയുകയാണ് ഒന്നാമത്തെ ശ്ലോകത്തില്. സൂര്യസ്പർദ്ധി കിരീടമൂർധതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുല നേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഡോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ശ്ലോകം 2. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗത ഗദാ ശങ്കാരി വങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം. കേയൂര അംഗദ കങ്കണ ഉത്തമ മഹാരത്ന അങ്കുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗതഗത ശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബനീം ആലംബേ വിമലാംബുജ ദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം. കേയൂര അംഗദം, കേയൂരം അംഗദം. കേയൂരം അംഗദം എന്ന് പറയുന്നത് തോൾവളകളാണ്. കൈയുടെ മുട്ടിന് മുകളിലായിട്ട് ധരിക്കുന്ന 2 ആഭരണങ്ങളാണ് കേയൂരം അംഗദം. അതുപോലെ തന്നെ ഉത്തമ കങ്കണം, കൈവളകൾ. ആ കൈവളകളും കേയൂരം അംഗദം, അങ്ങനെ കൈവളകളും. പിന്നെ മഹാരത്ന അങ്കുലീയാങ്കിതം, മഹാരത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ള അങ്കുലീയം,
മോതിരം, ആ മോതിരവും ധരിച്ച് ആ ശ്രീമദ് ബാഹു, അങ്ങനെ ഇവയെല്ലാം ധരിച്ചിരിക്കുന്ന ആ തൃക്കൈകളിൽ, ചതുഷ്കം 4 തൃക്കൈകളിലായിട്ട് സംഗത ഗദാശങ്കാരി പങ്കേരുഹാം, ഗദാ, ശംഖ, സുദർശന ചക്രം, ചെന്താമരപ്പൂവ് എന്നിവ ധരിച്ചിരിക്കുന്നു. പിന്നെ പറയുന്നു, കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബിനിയും, നല്ല സ്വർണത്തിൽ ഉള്ള അരഞ്ഞാണം, ആ അരഞ്ഞാണം അത്രയും മനോഹരമായിട്ടുള്ളൊരു മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞുടുത്തിരിക്കുന്നു. ആ മഞ്ഞപ്പൊട്ടിന് മുകളിലായിട്ട് ആലംബം ചെയ്തിരിക്കുന്നു, ചുറ്റിയിരിക്കുന്നു. ആലംബേ വിമലാംബുജദ്യുതിപദാം, അങ്ങനെ ചുറ്റിയിരിക്കുന്ന ആ മഞ്ഞപ്പട്ടിന് അടിയിലായിട്ട് ദ്യുതിപദാം, ആ 2 തൃച്ചേവടികൾ കാണുന്നു. എന്താ പറയുന്നത്? 2 തൃച്ചേവടികൾ. അത് മൂർത്തിയും തവ ആർത്തിച്ചിതം, അങ്ങനെയുള്ള ആ തൃച്ചേവടികള്, താമരപ്പൂ പോലെ മൃദുവായിട്ടുള്ള ആ പാദങ്ങള് സർവ്വ ദുഃഖത്തെയും ഹനിച്ചു കളയാൻ കഴിയുന്ന, അനുഗ്രഹം വർഷം ചൊരിയുന്ന ആ തൃച്ചേവടികള്. അതിനെ, അല്ലയോ ഭഗവാനെ, അങ്ങനെയുള്ള ഈ മൂർത്തിയെ ഞാൻ എൻ്റെ ഏക ആലംബമാക്കി കാണുന്നു. എൻ്റെ ഏക ആലംബം അവിടുന്നാണ്, ഈ മൂർത്തിയാണ്, എൻ്റെ ഈ ഗുരുവായൂരപ്പനാണ് എന്ന് പറയുകയാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ. കേയൂരാംഗദ ഗംഗണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാ ശങ്കാരി വങ്കേരുകാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ചിതം. ശ്ലോകം 3. യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനദോപി മധുരം മാധുര്യദുര്യാദപി സൗന്ദര്യോത്തരദോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. യത്രൈലോക്യ മഹീയസഃ അപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിദാനദഃ അപി മധുരം മാധുര്യ ദുര്യാത് അപി സൗന്ദര്യോത്തരതഃ അപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം, അതായത് ആശ്ചര്യതഃ അപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണു വിഭോ. യത്രൈലോക്യം, ആ ത്രൈലോക്യത്തിൽ, ആ 3 ലോകത്തിലേക്കും വെച്ച് മഹീയസഹ അഭി മഹിതം, ഏറ്റവും മഹത്തരമായിട്ടുള്ള എന്തൊന്നുണ്ടോ, ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒന്നുണ്ടോ, അതിലും മഹത്തായത്. അതുപോലെ തന്നെ സമ്മോഹനം മോഹനാത്, ഏറ്റവും മനോഹരമായിട്ടുള്ള എന്തൊന്നുണ്ടോ, ഏറ്റവും മനോഹരമാക്കുന്ന എന്താണോ ഒന്ന് ലോകത്തുള്ളത്, അതിലും മനോഹരമായിട്ടുള്ളത്. കാന്തം കാന്തി നിദാനതഃ, എത്രയും ആകർഷിക്കപ്പെടുന്നതായിട്ട്, എത്രയും ആകർഷണമായിട്ടുള്ള ഒന്നുണ്ടോ, അതിലും ആകർഷണീയമായിട്ടുള്ള ആ ഒന്ന്. അതുപോലെ തന്നെ മധുരം മാധുര്യ ദുര്യാദപി, ഏറ്റവും മധുരമായിട്ടുള്ള മധുരം ജനിക്കുന്നതായിട്ടുള്ള എന്തൊന്നുണ്ടോ, അതിലും മധുരമായിട്ട് തോന്നുന്ന മാധുര്യമുള്ളത്. അതുപോലെ തന്നെ സൗന്ദര്യം, എന്താണോ സൗന്ദര്യത്തിന്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ അതിലും കൂടിയ സൗന്ദര്യത്തോടു കൂടിയത് എന്ന് പറഞ്ഞാൽ എന്തിലും അപ്പുറമായിട്ടുള്ള ആ ഒന്ന്, അതാണ് ഭഗവാനെ അങ്ങയുടെ ആ രൂപം. ത്വത് രൂപം ആശ്ചര്യതഃ അഭി ആശ്ചര്യം, ആ അത്രയും ആശ്ചര്യപ്പെടുത്തുന്ന വസ്തുവിനേക്കാൾ ഏറ്റവും അത്യാശ്ചര്യമായിട്ടുള്ള ഒന്ന്, അത് ആണ് അങ്ങ്, ആ അങ്ങയുടെ ലീലാ ശരീരം. അതുപോലെ ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണു വിഭോ, അപ്രകാരമുള്ള അങ്ങയുടെ ആ ലീലാ വിഗ്രഹം സകല ആളുകൾക്ക്, സകല ഭക്തന്മാർക്കും മുക്തന്മാർക്കും അതിന് ഒരു ഔത്സുക്യത്തെ വർദ്ധിപ്പിക്കുന്നു. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യ ദുര്യാദപി
സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ശ്ലോകം 4. തത്താദൃങ്മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്ത്വേഷ്വപി തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ ചാബലബല ചാബല്യവാർത്തോദഭൂത്. തത്താദൃങ് മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്ത്വേഷു അപി തേന അസ്യ ബദ കഷ്ടം അച്യുത വിഭോ തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപ മാനോജ്ഞക പ്രേമ സ്ഥൈര്യമയാത് ചാബലബലാത് ചാബല്യ വാർത്ത ഉദഭൂത്. ചാബല്യവാർത്ത ഉദഭൂത് ചാബല്യവാർത്തോദഭൂത്. ഇപ്പൊ തത്താദൃങ് മധുരാത്മകം, അത്രമാത്രം അങ്ങനെ അത്രയും മധുരാത്മകമായിട്ടുള്ള തവ വപു അങ്ങയുടെ ആ ശരീരം സംപ്രാപ്യ അതിനെ പ്രാപിച്ചിട്ട് സമ്പന്മയി ആ സമ്പന്മയി ദേവി ആ സമ്പൽക്കാരിണിയായിട്ടുള്ള ഭഗവതി ആ ഐശ്വര്യ ദേവതയായിട്ടുള്ള ആ ലക്ഷ്മി ദേവി സാ ദേവി പരമോത്സുക ചിരതരം അത്രമാത്രം ഔത്സുക്യത്തോടെ എത്രമാത്രം ആനന്ദത്തോടെ ഭഗവാനോട് ചിരതരം എപ്പോഴും ചേർന്നിരിക്കുകയാണ് ഭഗവതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വഭക്തേഷു അഭി ആ സ്വന്തം ഭക്തന്മാരിൽ പോലും ദേവിയുടെ ആരാധകരിൽ പോലും തേന അസ്യ ബദ കഷ്ടം അച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് ചാബലബലാത് ചാബല്യ വാർത്ത ഉദഭൂത്. അപ്പൊ പറയുന്നത് ഭഗവാനോടുള്ള അത്രയധികമായിട്ടുള്ള ആ പ്രേമപൂർവമായിട്ട് ആരാധന, ആ സ്നേഹം, അത് മുഖാന്തരം ഭഗവാനിൽ നിന്ന് ഒരു നേരം പോലും വിട്ടുപിരിയാൻ ഭഗവതിക്ക് കഴിയുന്നില്ല. സ്വന്തം ഭക്തന്മാരിൽ പോലും അധിക നേരം തങ്ങി നിൽക്കാൻ ഭഗവതിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഭഗവതിക്ക് ഒരു പേര് വന്നിരിക്കുന്നു, ഒരു ദുഷ്കീർത്തി വന്നിരിക്കുന്നു. അതാണ് ചബല എന്ന ആ പേര്. ചബല എന്ന് പറയുന്നു, ലക്ഷ്മി ദേവിയെ ചബല എന്നും പറയുന്നു, കഷ്ടം എന്ന് പറയുകയാണ് ഈ ശ്ലോകം 4-ാമത്തെ ശ്ലോകത്തിൽ. തത്താദൃങ് മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്ത്വേഷ്വപി തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ ചാബലബല ചാബല്യവാർത്തോദഭൂത്. ശ്ലോകം 5. ലക്ഷ്മീസ്താവകരാമണീയകഹൃദൈവേയം പരേഷ്വസ്ഥിരേതി അസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ ഏതോദ്യാനഗുണാനുകീർത്തനരസാ ആസക്താ ഹി ഭക്താ ജനാം തേഷ്വേഷ്വാവസതി സ്ഥിരൈവ ദൈത പ്രസ്താവദത്താദര. ലക്ഷ്മി താവക രാമണീയക ഹൃദൈവേയം ഹൃദ ഏവ ഇയം ഹൃദൈവേയം പരേഷു അസ്ഥിരേ ഇതി അസ്മിൻ അന്യത് അപി പ്രമാണം അധുനാ വക്ഷ്യാമി ലക്ഷ്മി പദേ യേ ത്വദ്ധ്യാനഗുണാനുകീർത്തനരസാ അസക്താ ഹി ഭക്താജനാഃ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദൈത പ്രസ്താവദത്താതര. ലക്ഷ്മി താവക രാമണീയക ഹൃദൈവേയം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ലക്ഷ്മി ഭഗവതി എപ്പോഴും അസ്ഥിരയാണ് സ്വന്തം ഭക്തന്മാരിൽ പോലും എന്ന് പറഞ്ഞു നമ്മള്. അതിന്
ഒരു ഉദാഹരണമായിട്ട് ഇനി ഒരു കാര്യം മേൽപ്പത്തൂരിൻ്റെതായിട്ട് മേൽപ്പത്തൂർ പറയുകയാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ. ലക്ഷ്മി ഭഗവതി അങ്ങനെ അസ്ഥിരയായിട്ടിരിക്കാൻ കാരണം ഭഗവാനിൽ അങ്ങനെ അങ്ങ് ആകൃഷ്ടയായതുകൊണ്ട്, ഭഗവാന്റെ ആ ഒരു സൗന്ദര്യത്തിൽ അല്ലെങ്കിൽ ആ രാമണീയകത്തിൽ അങ്ങനെ ആകൃഷ്ടയായതുകൊണ്ടാണ് ഭഗവതി എവിടെയും അങ്ങനെ സ്ഥിരമായിട്ട് ഇരിക്കാത്തത്. അതിന് ഞാനൊരു പ്രമാണമധുന ഞാൻ അതിനൊരു പ്രമാണം പറയാം. അതിനൊരു ഉദാഹരണം ഞാനിപ്പോ പറയാം. ഭക്ഷ്യാമി ലക്ഷ്മീപദേ ഏ ത്വധ്യാന ഗുണാനുകീർത്തന രസ. അല്ലയോ ഭഗവാനെ, അവിടുത്തെ കഥകൾ പാടിക്കൊണ്ടും അവിടുത്തെ ധ്യാനിച്ചുകൊണ്ടും ഇരിക്കുന്ന ഭക്തജനങ്ങളുടെ അടുത്ത് എപ്പോഴും ഭഗവതി സ്ഥിരതയോടെ ഇരിക്കുന്നു. സ്ഥിരായേവ. അങ്ങനെ ഭഗവതി എപ്പോഴും അവിടെ സ്ഥിരമായിട്ടിരിക്കുന്നു. സ്വന്തം ഭർത്താവിനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നിടത്താണ് ഭാര്യയായിട്ടുള്ള ലക്ഷ്മി ഭഗവതി എപ്പോഴും സ്ഥിരതയോടെ നിൽക്കുന്നത് എന്ന് പറയുകയാണ് 5-ാമത്തെ ശ്ലോകത്തിൽ. ലക്ഷ്മീ സ്ഥാവകരാമണീയകൃദൈവേയം പരേഷ്വസ്ഥിരേതി അസ്മിന്നന്യദഭിപ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ യേ ത്വധ്യാന ഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താജന സ്ത്വേഷ്വേഷാ വസതി സ്ഥിരൈവ ദൈത പ്രസ്താവദത്താദരാം. ശ്ലോകം 6. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരിചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിഷീദബാഷ്പവിസരൈർ ആനന്ദമൂർച്ഛോദ്ഭവൈ. ഏവം ഭൂത മനോജ്ഞത നവസുത നിഷ്യന്ത സന്തോഹനം ത്വതുരൂപം പരജിത് രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭി ശീത ബാഷ്പ വിസരൈഹി ആനന്ദ മൂർച്ഛോദ്ഭവൈഹി. ഏവം ഭൂത മനോജ്ഞത നവസുത നിഷ്യന്ത സന്തോഹനം. സൗഭാഗ്യകരമായിട്ടുള്ള ആ അമൃതരസത്തെ വർഷിക്കുന്നതായിട്ടുള്ള ആ പരബ്രഹ്മമായിട്ട് ആ മനോമോഹനമായിട്ടിരിക്കുന്ന ആ ഭഗവാന്റെ ആ ദിവ്യരൂപം, അതാണ് ത്വതുരൂപം പരജിത് രസായനമയം ചേതോഹരം ശൃണ്വത. ആ ഭഗവാനെ എൻ്റെ ആ കഥകൾ കേൾക്കുകയും ആ കഥകൾ ആ നാമസങ്കീർത്തനങ്ങളിലൂടെയൊക്കെ പോവുകയും ചെയ്യുമ്പോൾ ആ ഉള്ളിൽ കിട്ടുന്ന ആ സന്തോഷത്തെ, ആ പരമാനന്ദത്തെ, പീയൂഷ അമൃതാനന്ദത്തെ അനുഭവിക്കാൻ കഴിയുന്ന ഭക്തന്മാർക്ക് ഭഗവാനില് എന്താ പറയുക, വ്യാസിഞ്ച ശീതബാഷ്പ വിസരൈർ ആനന്ദമൂർച്ഛോദ്ഭവി. അത്രയും ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ആ ഭക്തിയെയാണ് പ്രേമാത്മക ഭക്തി എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പ്രേമാത്മക ഭക്തി എന്താണ് എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭഗവാനിലേക്ക് ആ കീർത്തനങ്ങൾ അങ്ങോട്ട് ആലപിച്ചുകൊണ്ട് അതിൽ അങ്ങ് ലയിച്ചിട്ട് ആ സുഖത്തെ അത്രയും പരമാനന്ദമായിട്ടുള്ള അമൃതപാനം പോലെ അനുഭവിക്കാൻ കഴിയുന്നു എങ്കിൽ ആ ഭക്തിയെയാണ് പരമഭക്തി, അതായത് പ്രേമപൂർവമുള്ള ആ ഭക്തി എന്ന് പറയുന്നത് എന്ന് പറയുകയാണ് 6-ാമത്തെ ശ്ലോകത്തില്. ഏവം ഭൂതമനോജ്ഞതാ നവസുത നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിഷീദ ബാഷ്പവിസരൈർ ആനന്ദമൂർച്ഛോദ്ഭവൈ. ശ്ലോകം 7. ഏവം ഭൂതദയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് പുരുഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മിക ഭക്തിർനിസ്രമമേവ വിശ്വപുരുഷൈർ ലഭ്യാരമാവല്ലഭ.
ഏവം ഭൂതദയാഹി ഭക്ത്യ അഭിഹിതഃ യോഗഃ സഹ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് പുരുഷോത്തമതരഃ യോഗീശ്വരൈഃ ഗീയതേ. സൗന്ദര്യ ഏക രസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മിക ഭക്തിഃ നിസ്രമം ഏവ വിശ്വപുരുഷൈഃ ലഭ്യ രമാ വല്ലഭ. ഏവം ഭൂതദയാഹി, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ആ കീർത്തനങ്ങൾ കേൾക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ആ ഉള്ള ആ അനുഭൂതി യോഗീശ്വരേഹി, ആ യോഗീശ്വരന്മാർക്ക്, വ്യാസ നാരദാദി മുതലായ ആ യോഗീശ്വരന്മാർക്ക് ഭക്തി അഭിഹിത സഹയോഗ, ആ ഭക്തിയോഗം എന്ന ആ യോഗം കർമ്മജ്ഞാനമയാത് യോഗദ്വയാത്, അങ്ങനെ കർമ്മം ജ്ഞാനം, കർമ്മയോഗം ജ്ഞാനയോഗം എന്ന ആ രണ്ട് യോഗത്തിൽ നിന്നും, അതാണ് യോഗദ്വയാത്, ദ്വയം രണ്ട്, ആ രണ്ട് യോഗത്തിൽ നിന്നും പുരുഷോത്തമതരഹ ഇതി ഗീയതേ, ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നു. ഹേ രമാവല്ലഭ, അല്ലയോ രമാകാന്ത, സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു, ഈ സൗന്ദര്യത്തിന് മറ്റൊരു പേരുണ്ടെങ്കിൽ അത്, അല്ലയോ ഭഗവാനെ, അവിടുന്ന് തന്നെയാണ്. പ്രേമപ്രകർഷാത്മിക, അത്രയും ഭക്തി പ്രേമപൂർവമുള്ളതാണെങ്കിൽ ആ പ്രേമപൂർവമായിട്ടുള്ള ആ ഭക്തിയിൽ വിശ്വപുരുഷൈഹി, ലോകത്തിലെ പുരുഷാരവത്തിന്, അതായത് എല്ലാ ഭക്തന്മാർക്കും നിസ്രമം ഏവ ലഭ്യം, ഒരു പരിശ്രമം കൂടാതെ ലഭിക്കുന്നു. 3 മാർഗമാണുള്ളത്: ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം. ഈ 3 മാർഗത്തിൽ വെച്ചും ഏറ്റവും യോഗ്യമായിട്ടുള്ളത് ഭക്തി മാർഗമാണ്. മറ്റ് 2 യോഗങ്ങളുടെയും പ്രയാസം എന്താണ് എന്നുള്ളതാണ് അടുത്ത ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. 7ാമത്തെ ശ്ലോകം: ഏവം ഭൂതദയാഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് പുരുഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർനിസ്രമമേവ വിശ്വപുരുഷൈർ ലഭ്യാരമാവല്ലഭ. ശ്ലോകം 8. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത്കർമ്മയോഗാഭിതം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിതം തദ്ദൂരേതി അഫലം യദൗപനിഷദ് ജ്ഞാനോപലഭ്യം പുനഃ തത്തു അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിഃ ഏവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമമായിട്ട്, ഫലം ഇച്ഛിക്കാതെ, സ്വധർമ്മചരണം, സ്വന്തം ധർമ്മത്തെ ആചരിക്കുന്നതിലൂടെ, അതായത് കർമ്മം ചെയ്യുന്നതിലൂടെ ആ ഭഗവാനെ പ്രാപിക്കുന്നതാണ്. യത് കർമ്മയോഗാഭിതം, ഇതിനെയാണ് ആ കർമ്മയോഗം എന്ന് പറയുന്നത്. തത് ദൂരേതി അഫലം, ഇത് വളരെ കാലം കഴിഞ്ഞ് മാത്രമേ നമുക്ക് അതിന്റെ ഫലം ലഭിക്കുന്നുള്ളൂ. കാരണം നിഷ്കാമമായിട്ട് ഫലമൊന്നും ഇച്ഛിക്കാതെ നമ്മളുടെ സ്വന്തം കർമ്മങ്ങളെയൊക്കെ അനുഷ്ഠിക്കുന്നതിലൂടെ കിട്ടുന്ന ആ ഫലം അത് വളരെ ദൂരെയാണ്, അതിന് കാലതാമസം ഉണ്ടാകുന്നു. പുനഃ, എന്നാൽ പിന്നീട് യത് ഔപനിഷദ് ജ്ഞാനോപലഭ്യം, ആ ഉപനിഷത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ജ്ഞാനം, ആ ജ്ഞാനത്തെ, അതൊരു ഗുരുവിന്റെ മുഖത്ത് നിന്ന്, ഗുരുവിൽ നിന്ന് സാധ്യമാകുന്ന ഒന്നാണ്. അങ്ങനെ ഉപനിഷത്തുകളിൽ നിന്നൊക്കെ പഠിക്കുന്ന ആ ഒരു തത്വജ്ഞാനം, അതാകട്ടെ അവ്യക്തതയാ, അത് അവ്യക്തമാണ്. കാരണം അത് പഠിച്ചെടുക്കാൻ ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു തരുന്നു എങ്കിൽ അതിനെ മനസ്സിലാക്കാൻ, എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അത് അവ്യക്തമാണ്, അതിനെ ശരിക്കും വ്യക്തമാകുന്നില്ല.
അതാണ് പറയുന്നത്. അതിന് അനുഭവിച്ചറിയാതെ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ചിത്തസ്യ സുദുർഗമതരം. അതുകൊണ്ട് തന്നെ ഈ ജ്ഞാനയോഗം എത്രയും ദുർഗമമാണ്, അത് വളരെ പ്രയാസമേറിയതാണ്. തസ്മാത്, അതുകൊണ്ട് ത്വത് പ്രേമാത്മക ഭക്തി ഏവ, അങ്ങയിലുള്ള ആ പ്രേമപൂർവമുള്ള ഭക്തിയാണെങ്കിൽ ആ കഥാശ്രവണത്തിലൂടെ നമുക്ക് ആ അറിവിനെ എത്രയും വേഗം ലഭ്യമാകുന്നു. കർമ്മത്തിലൂടെയും ജ്ഞാനമാർഗത്തിലൂടെയും, കർമ്മമാർഗത്തിലൂടെ എന്ന് പറഞ്ഞാൽ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ സ്വയം പ്രാപ്തമാക്കണം. അതുപോലെ തന്നെ ജ്ഞാനമാർഗത്തിലൂടെ, ജ്ഞാനം ഒരു ഗുരുവിൽ നിന്ന് നേടണം. ആ ഗുരു പറഞ്ഞു തരുന്നത് എത്രത്തോളം നമുക്ക് പ്രാപ്തമാകും, എത്രത്തോളം നമുക്ക് മനസ്സിലാകും എന്നുള്ളതും അവ്യക്തമാണ്. എന്നാൽ ഭഗവാനെ അവിടുത്തെ പ്രേമാത്മക ഭക്തി, അവിടുത്തോടുള്ള ആ പ്രേമപൂർവമായിട്ടുള്ള ഭക്തിയിൽ നിന്നും അനായാസം കിട്ടുന്നതാണ് സതതം സ്വാദീയസി. അതാണ് ഏറ്റവും സ്വാദും ആനന്ദപ്രദവുമായിട്ടുള്ളത്, പ്രയാസരഹിതവുമായിട്ട് ഉള്ളത് എന്ന് പറയുകയാണ് 8ാമത്തെ ശ്ലോകത്തിൽ. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിതം തദ്ദൂരേത്യഫലം യഥോപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. ശ്ലോകം 9. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിര്യന്മല ബോധേ ഭക്തിപദേ അഥവാപ്യുചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപു ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരേ. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിര്യന്മല ബോധേ ഭക്തിപദേ അഥവാ അപ്യുചിതതാം ഉചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപു ബ്രഹ്മാഖ്യം അന്യേ പുനഃ ചിത്ത ആർദ്രത്വം മൃതേ വിചിന്യ ബഹുവി സിദ്ധ്യന്തി ജന്മാന്തരേ. അത്യായാസകരാണി, വളരെയധികം പ്രയാസപ്പെട്ട്, കർമ്മപടലാനി, കർമ്മങ്ങൾ ആചരിച്ച് കിട്ടുന്ന ആ മനഃശുദ്ധി, ആചര്യ നിര്യന്മല ബോധേഹേ, അങ്ങനെ ആ കർമ്മങ്ങളൊക്കെ ആചരിച്ച് ആ മനസ്സിനെ നിർമ്മലമാക്കിയിട്ട് കിട്ടുന്ന ആ ബോധം, അഥവാ ഭക്തിപദേ അഭി, അത് പിന്നീട് ഭക്തിയോഗത്തിലേക്ക് എത്തിച്ചേരുന്നു. ഉചിതമാം ആയാന്തി, ഉചിതമായിട്ടുള്ള ആ യോഗം പിന്നീട് നമുക്ക് പ്രാപ്തമാകുന്നു. താവതാക്കിം, അങ്ങനെ കിട്ടിയിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? വളരെയധികം പ്രയാസപ്പെട്ടിട്ട് കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഫലം ഇച്ഛിക്കാതെ അങ്ങനെ ചെയ്ത് കിട്ടുന്ന ആ ഒരു യോഗം, ആ ഒരു ഭക്തിയോഗം, അതിനകത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു സംതൃപ്തിയൊന്നും ഉണ്ടാകാനും പോകുന്നില്ല. അങ്ങനെ നേടിയിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ വഴിപാടുകൾ ചെയ്യുന്നത് ഒരു ചടങ്ങാണ്, അല്ലാതെ നമ്മൾ അതിന്റെ പൊരുൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയൊക്കെ നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി ചെയ്തിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? അതാണ് പറയുന്നത് താവതാക്കിം, അതുകൊണ്ട് എന്തു പ്രയോജനം? പുനഃ പിന്നീട് തർക്കപദേ, അത് മാത്രമല്ല അതിൽ നിന്ന് നമ്മൾ തർക്കപദത്തിലേക്ക് എത്തിപ്പെടുന്നു. കാരണം തർക്കിക്കപ്പെടുന്നു. അത് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിലെ സംശയത്താൽ നമ്മൾ അതിനെ തർക്കിക്കുന്നു. അത് അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ലേ, അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ ചോദിച്ച് അത് തർക്കത്തിലേക്ക് എത്തിച്ചേരുന്നു. തർക്കപദേ ക്ലിഷ്ടുവ, അങ്ങനെ ആ തർക്കത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ചിത്ത ആർദ്രത്വം മൃതേ, അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിന്റെ ആർദ്രത നഷ്ടപ്പെടുന്നു, അത് മരിക്കുന്നു. മൃതേ, മരിക്കുക എന്ന് പറയുമ്പോൾ നഷ്ടപ്പെടുന്നു. ബ്രഹ്മാഖ്യം തവ പരം വപുഹു, ആ ബ്രഹ്മമെന്ന ആ നാമം, അത് ഭഗവാന്റെ ആ നിർഗുണ രൂപത്തെ വിചിന്യ ബഹുഭി ജന്മാന്തരേ, അത് തന്നെ ചിന്തിച്ച് ഈശ്വരനുണ്ടോ,
ഇങ്ങനെയൊക്കെ പറയുന്നു. നമ്മൾ കർമ്മങ്ങളൊക്കെ ആചരിച്ചാൽ ഭഗവാനെ കാണാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നു. നമ്മൾ അങ്ങനെ ആചരിച്ചിട്ട് നമുക്ക് അതിന്റെ ആ ഒരു ഭഗവാന്റെ ആ രൂപത്തെ അത് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ടോ? അത് അങ്ങനെ കഴിയാതെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ചിട്ട് അങ്ങനെ നമ്മുടെ ബഹുവീ ജന്മാന്തരി, നമ്മുടെ ജന്മാന്തരങ്ങൾ വളരെയധികം കടന്നു പോകുന്നു. വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചുമായിട്ട് ആ ഒരു സത്യത്തെ ഉൾക്കൊള്ളുവാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിര്യന്മല ബോധേ ഭക്തിപഥേ അഥവാപ്യുചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാതർക്കപഥേ പരം തവ വപു ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരേ. ശ്ലോകം 10. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീമക്ലേശതസ്ത്വന്വതി സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. ത്വദ്ഭക്തിഃ തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതഃ സ്തന്വതി സദ്യ സിദ്ധികരി ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢി രസ ആർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. ത്വദ്ഭക്തി തു, അല്ലയോ ഭഗവാനെ, അവിടത്തോടുള്ള ആ ഭക്തിയാകട്ടെ കഥാരസാമൃതചരി നിർമ്മജ്ജനേന, അങ്ങയുടെ ആ കഥകൾ കേൾക്കുന്നതിലൂടെ അതിലൂടെ അങ്ങനെ അങ്ങ് കടന്നു പോകുമ്പോൾ കിട്ടുന്ന, അങ്ങനെ അതിലങ്ങ് ആഴ്ന്നു പോകുന്ന മറ്റ് ഭക്തജനങ്ങൾക്ക് ആ കഥാരസ അമൃതത്താൽ പോകുന്നതിനാൽ, ആ അമൃതത്തിൽ അങ്ങനെ അങ്ങ് മുഴുകി പോകുന്നതിനാൽ സ്വയം സിദ്ധ്യന്തി, താനെ തന്നെ വന്നു ചേരുന്നു. വിമല പ്രബോധ പദവിയും, അത്രയും പരിശുദ്ധമായിട്ടുള്ള ആ പ്രബോധ പദവി, അതായത് ആ ബ്രഹ്മജ്ഞാനമാകുന്ന ആ പദവി അക്ലേശത സ്തന്വതി, ഒരു ക്ലേശവും കൂടാതെ, ഒരു പ്രയാസവും കൂടാതെ അത് നമുക്ക് തുറന്നു കിട്ടുന്നു. ആ ഭക്തി എന്ന് പറയുമ്പം അതിന് ഒട്ടും പ്രയാസമില്ല. അതുകൊണ്ട് തന്നെ ഭക്തിയിൽ പോകുമ്പോൾ നമ്മൾ ഈ അറിയുന്ന ഓരോ കാര്യങ്ങളിലൂടെയും നമുക്ക് കിട്ടുന്ന ആ ബ്രഹ്മ ജ്ഞാനമാണ്. അതാണ് പറയുന്നത്. അങ്ങനെ അനായാസമായിട്ട് കഷ്ടപ്പെടാതെ കഷ്ടപ്പെട്ട് ജ്ഞാനമാർഗത്തിലൂടെയൊക്കെ നേടുന്ന അതേ അനുഭവത്തെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഭക്തി മാർഗം കൊണ്ട് സാധിക്കുന്നു. സത്യസിദ്ധികരീ ജയത്യയി, അല്ലയോ ഭഗവാനെ, അങ്ങനെ പെട്ടെന്ന് തന്നെ ക്ഷണത്തിൽ മുക്തി തേടുവാൻ നമുക്കിതുകൊണ്ട് സാധിക്കുന്നു. ഐ വിഭോ, അല്ലയോ വാതാലയേശ്വര, ഗുരുവായൂരപ്പ, ത്വത്പദ പ്രേമ പ്രൗഢി രസ ആർദ്രത, അങ്ങയുടെ പാതാരവിന്ദങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ പ്രേമാത്മകമായിട്ട് ആ കിട്ടുന്ന ഭക്തിയോടെ അങ്ങ് ലയിച്ച് ചേരുന്നു. അത് അങ്ങനെ കിട്ടുന്ന ആ ഹൃദയത്തിന്റെ ആ ആർദ്രത എനിക്ക് വേഗത്തിൽ ലഭിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മേൽപ്പത്തൂർ ഈ ഒരു ദശകം, രണ്ടാമത്തെ ദശകം ഇവിടെ സമാപിപ്പിക്കുകയാണ്. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീമക്ലേശതസ്തന്വതി സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.